ഗുഡ് മോർണിംഗ്. ഹലോ. ഗുഡ് മോർണിംഗ്. ഹലോ. എണീച്ച്. എന്നാ ആ എണീക്ക. പനിയൊക്കെ കഴിഞ്ഞിന്ന് സ്കൂളിൽ പോവാണോ? ആണോ? ഓക്കെ ആണോ? മടിയുണ്ടോ? ഗുഡ് മോർണിംഗ്. ഒരു 4 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഐറക്കുട്ടി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയാവാൻ പോവാണേ. അപ്പോൾ രാവിലെ പല്ലൊക്കെ തേച്ച് നമ്മൾ ഫുഡായിട്ട് ഇന്നുള്ളത് ഉപ്പുമാവും ബീഫും ആണ്. ഉപ്പുമാവും പഴവും ഉണ്ട്, വേണ്ടാത്തവർക്ക് ബീഫ് കഴിക്കാം, ഓപ്ഷണലാണ്. അപ്പോൾ മമ്മി ലഞ്ച് ബോക്സ് ഒക്കെ അവിടെ വൃത്തിയാക്കുകയാണ്. ഐറക്കുട്ടിക്ക് ചോറ് മതി എന്ന് പറഞ്ഞേ. അപ്പോൾ ചോറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് ഒക്കെ വൃത്തിയാക്കുകയാണ്. മമ്മി 2 ദിവസത്തിന് വന്ന് നിൽക്കുന്നതാണ്. മമ്മി വന്നതാണ് 2 ദിവസം മുന്നേ. ഇപ്പോൾ അന്നക്കുട്ടി ഐറക്കുട്ടിയും കൂടെ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ഉള്ള ചെറിയ കലാപരിപാടികളാണ്. കളിക്കുന്നു, ചിലപ്പോൾ അത് അടിയാവും. അതെ വീണു, കരഞ്ഞൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വീണതേ ഉള്ളൂ. വേദനിച്ചാൽ മാത്രം അങ്ങനെ കരയുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് ചേച്ചി റെഡിയൊക്കെ ആവാൻ നോക്കുന്ന സമയം കൊണ്ട് ചേച്ചിയുടെ ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കുകയാണ്. എല്ലാം മനസ്സിലാവുന്നുണ്ട്. നാളെ തന്നെ LKG കൊണ്ടേ വിട്ടാലോ എന്ന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഫുള്ളിരുന്ന് പഠിക്കുന്നു. ചിലപ്പോൾ അത് വലിച്ച് കീറുകയൊക്കെ ചെയ്യും. പുള്ളിക്കാരിയുടെ മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇച്ചാൻ അവിടെ നിന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇച്ചാൻ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊള്ളാം കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എന്നാൽ ഞാൻ സ്റ്റൈലായിട്ടിരിക്കുക, നീ അതെടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി ചിരിക്കുകയൊക്കെ ചെയ്യാണ്. പുള്ളി എന്താ കമൻറ്റൊക്കെ അടിക്കുന്നുണ്ട്. അതൊന്നും ഞാനിവിടെ ഇടുന്നില്ല, ഞാൻ വോയിസ് ഓവറാ കൊടുക്കുള്ളൂ എന്ന് പറയുമ്പോൾ പുള്ളി ചിരിക്കുകയാണ്. പിന്നെ അപ്പയും കുഞ്ഞും കൂടെ ഉള്ള ചെറിയ കലാപരിപാടികളാണ് ഈ കാണുന്നത്. കുറേ നേരം കളിപ്പിക്കും. ചേച്ചി വരുമ്പം ചേച്ചി ചേച്ചി എന്ന് പറഞ്ഞ് അന്നക്കുട്ടി അങ്ങ് പോകും. അതാണ് ഇവിടെ സാധാരണ നടക്കുന്നത്. അപ്പോൾ ഐറക്കുട്ടീനെ ഞാൻ ഒരുക്കുകയാണ്. കുറച്ച് പൗഡറും തലമുടി ഇപ്പോൾ ഷോർട്ട് ഹെയർ ആക്കിയോണ്ട് നേരത്തെ വ്ളോഗ്സൊക്കെ കണ്ടാൽ അറിയാം, ഐറക്കുട്ടിക്ക് നല്ല ലോങ് ഹെയർ ആയിരുന്നു. അപ്പം പോണിയൊക്കെ കെട്ടാൻ നല്ല പാടായിരുന്നു. ഇപ്പോൾ ഈ ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ഇപ്പോൾ നല്ല എളുപ്പമുണ്ട്. ജസ്റ്റ് ഒന്ന് അങ്ങനെ ഫ്രണ്ടിലേക്ക് ഡോറ ഡോറ എന്നെല്ലാവരും വിളിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് സൈഡിലേക്ക് പാർട്ടീഷൻ വെക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. എനിക്കാണെങ്കിൽ ഡോറ സ്റ്റൈലിൽ തലമുടി ഇട്ട് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സൈഡിലേക്ക് ഇങ്ങനെ ചീകി ജസ്റ്റ് ഒരു ഹെയർ ബാൻഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇന്ന് PT ഉള്ള ദിവസം ഇവർക്ക് ഒരുപാട് ആക്സസറീസ് ഒന്നും ഇടാൻ പാടില്ല, കയ്യിൽ വള ഇടാൻ പാടില്ല. ഹെയർ ബാൻഡ് പോലും പറ്റുമോയെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ ഹെയർ ബാൻഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നക്കുട്ടി ആ സമയത്തൊക്കെ അലമ്പാണ്. ചേച്ചിയുടെ ഐബ്രോ പെൻസിൽ എടുക്കുന്നു, എന്തൊക്കെയോ ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഐറക്കുട്ടിക്ക് ഐബ്രോ പെൻസിൽ വെച്ചിട്ട് ചെയ്തിട്ടേ എന്ന് ചോദിച്ചാൽ വേണ്ട, അത് ദിഗംബരൻ എന്നെല്ലാവരും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതാൻ നോക്കിയപ്പോൾ വേദന എടുത്തു. ഐബ്രോ പെൻസിൽ വെച്ച് എഴുതുമ്പോൾ ചെറിയ വേദന ഉണ്ടല്ലോ, പക്ഷേ അത് കുഴപ്പമില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്നാൽ അത് വേണ്ട, സാധാ ഐലൈനർ എടുക്കാമെന്ന് പറഞ്ഞ് ഐലൈനർ എടുക്കാൻ പോകുന്നുണ്ട്. പക്ഷേ ഐലൈനർ കിട്ടിയില്ല, അത് എവിടെയോ കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഐലൈനർ എവിടെയാണ് വെച്ചതെന്ന് ഐറക്കുട്ടിക്ക് അറിയത്തില്ല. അന്നക്കുട്ടിയോട് ചോദിച്ചാൽ ചിലപ്പോൾ അറിയായിരിക്കും, ഏതെങ്കിലും ബെഡിൻ്റെ അടിയിലോ എവിടെയെങ്കിലും കൊണ്ടേ വെച്ചിട്ടുണ്ടാവും, അതൊന്നും നമുക്കറിയത്തില്ല. പിന്നെ എനിക്ക് കിട്ടിയൊരു കാജൽ സ്റ്റിക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഞാൻ കണ്ണൊക്കെ ഒന്ന് എഴുതി കൊഴുക്കുന്നുണ്ട്. മേക്കപ്പ് ഒന്നും ഒരുപാട് താല്പര്യമില്ല. അതേസമയം വല്ല ഫംഗ്ഷനോ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ ഫുൾ മേക്കപ്പിൽ പോകണം. സ്കൂളിലാണെങ്കിൽ മേക്കപ്പ് ഇടുന്ന ഒട്ടും ഇഷ്ടമല്ല. ഒരു പൊട്ട് വെക്കുന്ന പോലും ഭയങ്കര ബുദ്ധിമുട്ടിയാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് കണ്ണൊക്കെ ഒന്ന് എഴുതി കൊടുത്ത് ചെറിയൊരു പൊട്ട്, ഒരു സ്റ്റോണിൻ്റെ വൈറ്റ് കളർ പൊട്ട്. ഇവരുടെ സ്കൂളിൽ വൈറ്റ് കളറാണ് അലൗഡ് ആയിട്ടുള്ളൂ. ഹെയർ ബാൻഡ് ആണെങ്കിൽ വൈറ്റ്, വളയാണെങ്കിൽ വൈറ്റ്, അതുപോലെ പൊട്ട് എന്താണെങ്കിലും വൈറ്റ് കളർ മാത്രമേ അവർ അലോ ആവുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്നറിയോ ഗൈസ്, ഈ ഷൂസിലൊക്കെ സോക്സൊക്കെ വൈറ്റ് കളർ ഒരു ദിവസം കൊണ്ട് തന്നെ അഴുക്കാവും. ഞാനിങ്ങനെ പറയുന്നു ബ്ലാക്ക് ആക്കുമായിരുന്നെങ്കിൽ എന്തൊരു ഉപകാരമായിരുന്നു, എന്നൊന്നും കഴുകണ്ടല്ലോ എന്ന്. ഒരു 4 ദിവസം മടിയല്ല, പനി കാരണം പോകാണ്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു മടിയുണ്ട്. പോകാൻ എന്തെങ്കിലും സങ്കടം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ചെറുതായിട്ടുണ്ട് അമ്മേ, അങ്ങ് ആക്റ്റീവല്ല. ഈ സമയത്ത് അന്ന് മമ്മി അന്നക്കുട്ടീനെ ഒന്ന് എടുക്കട്ടെ, ഞാൻ കുറച്ച് നേരം ഐറക്കുട്ടിയുടെ കാര്യം നോക്കട്ടെ, സമ്മതിക്കണ്ടേ. കരച്ചിലായി ബഹളായി. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ നേരത്തും കരച്ചിലാണ് ഗൈസ്. അപ്പം മമ്മി അവിടെ സൈഡിൽ നിന്ന് ചെമ്പരത്തിയിൽ നിന്നൊരു പൂവൊക്കെ പറിച്ച് കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് ഒരു രക്ഷയില്ല, പൂവും വേണ്ട ഒന്നും വേണ്ട. അപ്പോൾ മമ്മിയും കൊച്ചുമോളും കൂടെ പോവുകയാണ്. അപ്പോൾ മമ്മി ഇന്ന് വീട്ടിൽ പോകുക. അപ്പം ഇന്ന് കൊച്ചിനെ സ്കൂൾ ബസ് കയറ്റി വിടാനൊരു ആഗ്രഹം. ഞാൻ പറഞ്ഞു അതിനെന്താ, ബാഗ് എടുത്തോളൂ, ലഞ്ച് ബോക്സ് എടുത്തോളൂ, എല്ലാം എടുത്തോളൂ, പോയിക്കോളൂ എന്ന് പറഞ്ഞു.
ഇത് ഐറക്കുട്ടി സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ടാറ്റയൊക്കെ തരികയാണ്. അപ്പോൾ ബസ് വരാൻ സമയമായില്ല. ഞങ്ങളൊരു 9:05 ആയപ്പോഴത്തേന് അവിടെ പോയി നിൽക്കുന്നതാണ്. 9:15 കഴിയുമ്പോഴേ ബസ് വരത്തുള്ളൂ. അപ്പോൾ ഐറക്കുട്ടീനെ ഒന്ന് എന്താ പറയുക, ഒന്ന് ചീറപ്പ് ചെയ്യാലോ എന്ന് ഓർത്താണ് അവിടെ കൊണ്ടുപോയി നിർത്തുന്നത്. ഭയങ്കര ഒരു മൂഡ് ഓഫ് ആണ്, ടെൻഷനാണ്. കഴിഞ്ഞ ദിവസം ഡിക്റ്റേഷൻ ഇട്ടതിൻ്റെ എന്തോ ബുക്ക് സ്കൂളിലാണ്. അതിന് എത്ര മാർക്ക് ഉണ്ടായിരിക്കും, മാർക്ക് കുറയുമോ, ടീച്ചർ വഴക്ക് പറയുമോ എന്നതാണ് ആദ്യത്തെ ടെൻഷൻ. ഇന്ന് വേറെ എന്തെങ്കിലും ഡിക്റ്റേഷൻ ഇടുമോ? ഞാൻ പറഞ്ഞു ഇല്ല മോൾ ആബ്സെൻ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, ഡിക്റ്റേഷൻ ആണെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ ആബ്സെൻ്റ് ആയിരുന്നു മിസ് എന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. ഈ ചെറു പ്രായത്തിൽ തന്നെ നല്ല ടെൻഷനാണ്. ടെൻഷൻ മാക്സിമം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരോ സ്കൂൾ ബസ് പോകുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണം. സ്കൂൾ ബസ്സൊന്നും അല്ല, അപ്പോൾ നമ്മുടെ 11 നമ്പർ സ്കൂൾ ബസ്സാണ്. അതിന് മുന്നേ പോയ സ്കൂൾ ബസ്സാണ് അതൊക്കെ. അപ്പോൾ നമുക്കിവിടെ കർക്കിടക ചികിത്സയൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ബാനറാണ് അവിടെ കണ്ടത്. അപ്പോൾ അതേ സ്കൂൾ ബസ് വന്നു. അപ്പോൾ അതേ മമ്മിയുടെ കയ്യിൽ ഫോണുണ്ട്, ഇതൊന്ന് പിടിക്കാവോ എന്നൊക്കെ ചോദിച്ചു. ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അതേ കയറ്റി വിടുകയാണ്. അപ്പോൾ ടീച്ചർ കയറിയതേ ചോദിച്ചത്രേ 3-4 ദിവസം എവിടെ ആയിരുന്നു എന്ന്. പനിയായിരുന്നു എന്നൊക്കെ സങ്കടത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് മമ്മിക്കൊരു സങ്കടം, കൊച്ചിന് സങ്കടം. മമ്മി ഇന്ന് പോവുമോ, അത് പോവുമോയെന്ന് അറിയത്തില്ല, അങ്ങനെ കുഞ്ഞിനറിയത്തില്ല പോവും, പക്ഷേ മമ്മി പോവോ ഇല്ല എന്നുള്ളൊരു കൺഫ്യൂഷനിലൊക്കെയാണ് അവൾ. അപ്പോൾ അതേ ഒരുപാട് സ്കൂൾ ബസ് പോകുന്ന സമയമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി എന്താ പൊട്ടറ്റോ കറി ഉണ്ടാക്കി, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കനുണ്ട്. അപ്പോൾ ഒരു തോരനൂടെ വേണം. അപ്പോൾ മമ്മി പറഞ്ഞു ഇവിടെ ഈ തട്ടാത്തി പയർ ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായില്ലേ, നമുക്ക് ബീൻസ് ഉള്ള അതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് തട്ടാത്തി പയറും കൂടെ നമ്മൾ നട്ടിട്ടുണ്ട്. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണോ പറയുക? തട്ടാത്തി പയർ ഒരുപാട് ഹൈറ്റിൽ വളരില്ല. അപ്പോൾ മമ്മി പറഞ്ഞു അപ്പോൾ അതിങ്ങനെ പൊന്തി ഹൈറ്റിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി അതിൻ്റെ കൂമ്പ് ഇങ്ങനെ ഒടിച്ച് തോരൻ വെക്കുവാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തുന്ന ചക്കക്കുരു കുറച്ചിരിപ്പുണ്ട്. അപ്പോൾ ഈ തട്ടാത്തി പയറിൻ്റെ കൂമ്പും ചക്കക്കുരും കൂടെ ഒരു തോരൻ പോലെ ആക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമല്ലോ, നാടൻ ഡിഷല്ലേ. അതൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ അത് ഇത്രയും കൂമ്പല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊക്കെ വെച്ചൊരു തോരനൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങനെ ചോറും തോരനും ബീഫൊക്കെ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇതേ മമ്മി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചക്കയുടെ ആട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഇടനേല എടുത്തുകൊണ്ട് വന്ന് ഫുള്ള് വാടിപ്പോയി, കരിഞ്ഞു പോയി എന്ന് വേണം. അതുകൊണ്ട് നമ്മൾ കൂവയുടെ ഇല വെച്ചിട്ടാണ് അട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. കൂവയുടെ ഇലയിൽ ഞാൻ ആദ്യമായിട്ടാണ് അട ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ടെന്ന് പറയാം കേട്ടോ. ഞാൻ അന്നക്കുട്ടീനെ ഉറക്കിയ സമയം കൊണ്ട് മമ്മി ഇതേ ചക്കക്കുരിയൊക്കെ അരിഞ്ഞ് വെച്ചു. നമ്മുടെ അടയും ഇതേ അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന അട സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്.